ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ അത് വളരെ ഭയാനകവും കേരളം ഇതിനു മുമ്പേ കണ്ടിട്ടില്ലാത്ത ഒന്നുമാണ്. 2 കൊല്ലം മുമ്പ് കുന്നംകുളത്ത് ചൊവ്വന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റായ ശ്രീ സുജിത്ത് മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, അവിടുത്തെ ഒരു അമ്പലത്തിലെ പൂജാരി കൂടിയാണ്. അങ്ങനെ ആ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു മാന്യനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു മികച്ച പൊതുപ്രവർത്തകൻ, അദ്ദേഹം രാത്രി അയാളുടെ സുഹൃത്തുക്കളുമായി ഇരിക്കുന്ന അവസരത്തിൽ പോലീസ് വരികയും ആ സുഹൃത്തുക്കളെ അകാരണമായി മദ്യപിച്ചു എന്നാരോപിച്ച് ഈ സുജിത്ത് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊണ്ടുപോകുന്ന വഴിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിമാരകമായ മർദ്ദനമാണ് ഉണ്ടായത്. നമുക്കറിയാം, ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി വരുമ്പോൾ സുജിത്തിന്റെ ദേഹത്ത് ഉടുപ്പോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല. മുണ്ട് ഉടുത്തുകൊണ്ടാണ്, ഊരിപ്പോയ മുണ്ട് ഉടുത്തുകൊണ്ടാണ് സുജിത്ത് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. പോലീസ് സ്റ്റേഷന്റെ അകത്ത് വെച്ച് SI ഉൾപ്പെടെയുള്ള പോലീസിന്റെ CPOമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഇതുപോലെ തോന്നിവാസം കാണിച്ച മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കേരളത്തിലെ പോലീസ് സേനയിലെ ക്രിമിനലുകളെ കുറിച്ച് പോലീസ് സേനയുടെ അകത്തു നിന്ന് പോലും റിപ്പോർട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അന്ന് പിടികൂടിയ സുജിത്തിനെ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേസ് ചാർജ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അയാൾക്കെതിരെ അബ്കാരി ആക്ടിലെ നിയമപ്രകാരം 15C നിയമപ്രകാരം അയാൾക്കെതിരെ കേസെടുത്തു. ഒരു പൂജാരിയായ വ്യക്തി, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ വ്യക്തിക്കെതിരെ മദ്യപിച്ചു എന്ന് ആരോപിച്ച് പോലീസിനെ ആക്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ അയാൾക്കെതിരെ കേസെടുത്ത മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറഞ്ഞപ്പോൾ വൈദ്യപരിശോധനയിൽ അയാൾ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്നത് വ്യക്തമായി. അവിടെ തന്നെ പോലീസിന്റെ കള്ളക്കളി തെളിഞ്ഞതാണ്. അങ്ങനെ അയാൾക്കെതിരെയുള്ള കേസ് തുടരെ കോടതിയിൽ പോയിട്ട് 2 കൊല്ലമായി ഇന്ന് വരെ ആ FIRൽ ഒരു ചാർജ് ഷീറ്റ് പോലും സമർപ്പിക്കാൻ കേരളത്തിലെ പോലീസ് സേനയ്ക്കോ കുന്നംകുളത്തെ പോലീസ് സേനയ്ക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അയാളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കേസായിരുന്നു എന്നുള്ളത് തെളിയുകയാണ്. അതുമാത്രമല്ല, ഇയാൾക്കെതിരെ അഴിച്ചുവിട്ട മർദ്ദനത്തിന്റെ കൂടുതൽ തെളിവുകൾ അത് പറഞ്ഞുകൊണ്ട് സുജിത്ത് തന്നെ, യൂത്ത് കോൺഗ്രസ് തന്നെ ഒരു നിയമ നടപടികളിലേക്ക് കടന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു നിയമ നടപടികളിലേക്ക് പോവുകയും കോടതിയിൽ ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുകയും ഈ മർദ്ദനം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ, കേസ് എടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഞങ്ങൾ നിയമപോരാട്ടം തുടർന്നു. കാരണം ഈ മർദ്ദനം അഴിച്ചുവിട്ട CCTV ദൃശ്യങ്ങൾ അത് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയുടെ പ്രതികരണമാണ്. ശക്തമായ പ്രതിഷേധമാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എന്തായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്നത്.